അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫത്ഹുൽ മുഈൻ സബഖ് 16. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫൽ ഊല, ഒന്നാമത്തെ ത്വഹാറത്ത് ത്വഹാറത്തു അനിൽ ഹദസി, അതായത് അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവൽ. അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുന്നതിൻ്റെ പേരെന്താ? അൽ ഉളൂ. ഉളൂ ആണ്, ഉളൂ ചെയ്യുക. എന്താണ് ഉളൂ? വഹ്വ, ഉളൂ എന്ന് പറഞ്ഞാൽ ബിൽ വാവി, വാവിനെ ലൊമ്മ കൊണ്ട് വായിക്കുമ്പോൾ ഇസ്തിഅമാലുൽ മാഇ ഫി അഅ്ളാഇ മഖ്സൂസ, പ്രത്യേകമാക്കപ്പെട്ടതായ അവയവങ്ങളിൽ വെള്ളത്തെ ഉപയോഗിക്കൽ. മുഫ്തതഹൻ മുഫ്തതിഹൻ, രണ്ട് രൂപത്തിലും വായിക്കാം. മുഫ്തതഹൻ ബി നിയ്യത്തി, നിയ്യത്ത് കൊണ്ട് തുടങ്ങപ്പെട്ടതായ നിലയിൽ പ്രത്യേകമാക്കപ്പെട്ടതായ അവയവങ്ങളിൽ വെള്ളത്തെ ഉപയോഗിക്കൽ. ഇതിനെന്ത് പറയുക? ഉളൂ എന്ന് പറയുക. ആ ചെയ്യുന്ന പരിപാടിക്ക് എന്ത് പറയുക? ഉളൂ എന്ന് പറയുക. വബി ഫത്ഹിഹ, നീ വാവിനെ ഫത്ഹ് കൊണ്ടും വായിക്കാം. വാവിനെ ഫത്ഹ് കൊണ്ട് വായിക്കുമ്പോൾ മാവുൻ ഒരു വെള്ളമാണ്. യുതവല്ലഉ ബിഹി, ഏതൊന്നു കൊണ്ട് ഉളൂ എടുക്കപ്പെടുന്നുവോ അങ്ങനത്തെ വെള്ളത്തിനൊക്കെ എന്ത് പറയുക? വദൂ എന്ന് പറയുക. അപ്പോൾ ഒരു ജബനിയിലോ മറ്റോ ഉളൂവിന് ഉദ്ദേശിച്ചു കൊണ്ട് വെള്ളം പൊക്കുമ്പോൾ എന്താ പറയുക? വദൂ എന്ന് പറയും. ആ വെള്ളത്തിന് എന്താ പറയുക? വദൂ എന്ന് പറയും. വക്കാന ഇബ്തിദാഉ ഉജൂബിഹി, ഈ ഉളൂവിൻ്റെ ഉജൂബിൻ്റെ തുടക്കമായി മഅ ഇബ്തിദാഇ ഉജൂബിൽ മക്തൂബ, ഈ ഫർലാക്കപ്പെട്ട 5 വഖത്ത് നിസ്കാരം, ആ നിസ്കാരത്തിൻ്റെ ഉജൂബോട് കൂടെയായ നിലയിലായി ലൈലത്തുൽ ഇസ്റാ, ഇസ്റായിൻ്റെ രാത്രിയിലായി. ഈ കാനൻ്റെ ഖബറാണ് ലൈലത്ത. മനസ്സിലായോ? ആ ഉളൂവിൻ്റെ ഉജൂബിൻ്റെ തുടക്കമായി ലൈലത്തുൽ ഇസ്റാ, ഇസ്റായിൻ്റെ രാത്രിയിലായി. അപ്പം 50 വഖത്ത് നിസ്കാരം 5 വഖത്ത് നിസ്കാരമായി ചുരുക്കപ്പെട്ടു. ആ സമയത്ത് തന്നെ എന്ത് നിർബന്ധമാക്കിയിട്ടുണ്ട്? ഉളൂ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതല്ലാതെ ഒരു വർഷം 2 വർഷം 3 വർഷക്കാലം മുത്തനബി നിസ്കരിച്ചു എന്തില്ലാതെ, ഉളൂ ഇല്ലാതെ. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാം മുഖേന മുത്തനബിന് ഉളൂ എടുക്കണം, അങ്ങനെയാണോ? അല്ല. ഇസ്റായിൻ്റെ രാത്രിയിൽ തന്നെ എന്തുണ്ട്? ഉളൂ നിർബന്ധമാക്കിയിട്ടുണ്ട്. നിസ്കാരത്തോടു കൂടെ തന്നെ നിസ്കാരം നിർബന്ധമാക്കിയപ്പോൾ ഉളൂ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഷുറൂത്തുഹു ഐ അൽ ഉളൂഇ, ഉളൂവിൻ്റെ ഷർത്തുകൾ കഷുറൂത്തുൽ ഗുസ്ലി, കുളിയുടെ ഷർത്ത് പോലെ തന്നെ 5 എണ്ണമാണ്. എത്ര? 5 എണ്ണം. അപ്പോൾ ഉളൂവിൻ്റെ ഷർത്തുകളും കുളിയുടെ ഷർത്തുകൾ എത്ര? 5 എണ്ണം. അഹദുഹ, 5-ൽ നിന്ന് മാഉൻ മുത്തലക്കുൻ, മുത്തലക്കായ വെള്ളമാണ്. മുത്തലക്കായ വെള്ളം എന്താ? മുത്തലക്കായ വെള്ളം എന്ന് പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയട്ടെ. ഫലാ യർഫഉൽ ഹദസ, അശുദ്ധിയെ ഉയർത്തുകയില്ല. വല യുസിലു നാസ, നാസനീക്കുകയുമില്ല. വല യുവസ്സിരു സായറു ത്വഹാറത്തി, മറ്റു ശുദ്ധീകരണം കരസ്ഥമാക്കി തരികയുമില്ല. വലു മസ്നൂനത്തൻ, അത് സുന്നത്താക്കപ്പെട്ടതാണെങ്കിലും ശരി, സുന്നത്തായ ശുദ്ധീകരണമാണെങ്കിലും ശരി, കരസ്ഥമാക്കി തരുകയില്ല. ഇല്ലൽ മാഉൽ മുത്തലക്കു, മുത്തലക്കായ വെള്ളമല്ലാതെ. ഒരു സുന്നത്തായ ശുദ്ധീകരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വെള്ളിയാഴ്ച കുളി സുന്നത്തുള്ളൂ, നിർബന്ധമില്ല, സുന്നത്താണ്. അല്ലെങ്കിൽ ഒരു പെരുന്നാൾ കുളിക്കുക സുന്നത്താണ്. ആ കുളിക്കുമ്പോൾ കഞ്ഞിൻ്റെ വെള്ളം കൊണ്ട് കുളിക്കാൻ പറ്റുമോ? തേങ്ങ വെള്ളം കൊണ്ട് കുളിക്കാൻ പറ്റുമോ? ഇല്ല. അതിനെന്ത് വേണം? മുത്തലക്കായ വെള്ളം വേണം. അതാ പറഞ്ഞ ഇല്ലൽ മാവുൽ മുത്തലക്ക്, മുത്തലക്കായ വെള്ളമല്ലാതെ എന്ന്. എന്താണ് മുത്തലക്കായ വെള്ളം എന്ന് അറിയണ്ടേ? വഹ്വ, ഈ മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളമാണ്. യഖഉ അലൈഹി ഇസ്മുൽ മാവ്, വെള്ളം എന്ന പേര് അതിൻ്റെ മേൽ സംഭവിക്കും. ബിലാ ഖൈദിൻ, ഒരു നിബന്ധനയും കൂടാതെ, ഒരു ഉപാധിയും കൂടാതെ. ഒരു ഉപാധിയില്ല. അപ്പോൾ തേങ്ങാ വെള്ളത്തിനൊരു ഉപാധി ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ചായപ്പൊടി ഇടുന്നതോടുകൂടെ പിന്നെ എന്തായി? പേര് മാറി, ചായ എന്ന പേര് വന്നു. നാരങ്ങയിലയും ജ്യൂസ് കലക്കുകയാണെങ്കിൽ എന്താ? നാരങ്ങ പേരോട് കൂടെ എന്തായി? അതിന് പേര് വന്നു. അങ്ങനെ ഒരു ഉപാധിയും കൂടാതെ വെള്ളം എന്ന പേര് നമ്മൾ സംഭവിക്കുക. അങ്ങനത്തെ ഒരു വെള്ളത്തിനൊക്കെ എന്താ പറയുക? മുത്തലക്കായ വെള്ളം, തൊഹൂറായ വെള്ളം. ഈ മുത്തലക്കായ വെള്ളം എന്ന് പറഞ്ഞാൽ തന്നെയാണ് തൊഹൂറായ വെള്ളം, രണ്ടൊന്നാണ്. വൈൻ റഷഹ മിൻ ബുഖാരിൽ മാഇ തൊഹൂരിൽ മുഗല, തിളപ്പിക്കപ്പെട്ടതായ തൊഹൂറായ വെള്ളത്തിന് നീരാവിയിൽ നിന്ന് തണുത്തുണ്ടായതാണെങ്കിലും ശരി, ഒരു തൊഹൂറായ വെള്ളം തിളപ്പിച്ചു. ആ തിളപ്പിക്കുമ്പോൾ നീരാവി വരും. ആ നീരാവി എന്ത് ചെയ്തു? തണുത്തുകൊണ്ട് വെള്ളമാവും. ആ വെള്ളം കൊണ്ട് എന്ത് ചെയ്യാം? ഉളൂ ചെയ്യാം. ഉണ്ടെങ്കിൽ കേട്ടോ ഉളൂ ചെയ്യാം. ശുദ്ധീകരണത്തിൻ്റെ എല്ലാ കാര്യത്തിനും വേണ്ടി എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഉസ്തുഹലിക ഫീൽ ഖരീത്തു, അല്ലെങ്കിൽ ശുദ്ധിയുള്ളതായ കലരുന്ന വസ്തു നശിപ്പിക്കപ്പെട്ടാലും ശരി, നശിച്ച് ഒരു ശുദ്ധിയുള്ള ഒരു കലരുന്ന വസ്തു നശിച്ചു എന്നാൽ അതുകൊണ്ട് ശുദ്ധിയാക്കാൻ കുഴപ്പമില്ല. അല്ലെങ്കിൽ കൊയ്യത, അതിന് നിബന്ധന വെക്കപ്പെട്ടാലും ശരി. ബിമോ ആഫക്കത്തിൽ വാക്യനോട് ചോദിച്ചെന്ന കാരണത്താൽ, വാക്യനോടൊത്തുകൊണ്ട് അതിന് നിബന്ധന വെക്കപ്പെട്ടാലും ശരി. ഇപ്പോൾ ഗ്ലാസ്സിൽ വെക്കുമ്പോൾ ഗ്ലാസ് വെള്ളം, കടലിൽ വെക്കുമ്പോൾ കടൽ വെള്ളം, കിണറിൽ വെക്കുമ്പോൾ കിണർ വെള്ളം ഉണ്ടാവും. കിണർത്ത വെള്ളത്തിന് കിണർ വെള്ളമല്ലേ വരെ, പുഴയിലൊക്കെ പുഴമ്പെള്ളൊക്കെ എന്ന് പറയും. അത് വാക്യനോടൊത്ത് എന്തായാലും കുഴപ്പമില്ല. ആ മുത്തലക്കായ വെള്ളമാണ്. ഏതുപോലെയൊക്കെ മായിൽ ബഹരി, സമുദ്രവെള്ളം പോലെ. നബി ഖിലാഫിമ,
ചില വെള്ളത്തിനേക്ക് മാറി. ലാ യുദുക്കറു, ആ വെള്ളത്തിനേക്ക് പറയപ്പെടൂല. ഇല്ലാ മുഖയ്യദൻ, നിബന്ധന വെക്കപ്പെട്ട നിലയിലല്ലാതെ പറയപ്പെടൂല. ഏതുപോലെ കമായിൽ ഓർത്തി, പനിനീർ വെള്ളം പോലെ. പിന്നെ പേര് മാറി, പനീർ വെള്ളം, തേങ്ങ വെള്ളം, ലൈമൊക്കെ പേച്ച് അല്ലെങ്കിൽ ചായയൊക്കെ പറയും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അവിടെ നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.